ഭഗവാന് രാധയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പം ഏതോ ഒരു ഇന്റർവ്യൂലൊക്കെ ചോദിച്ച പോലെ മസ്താനി ആ ഒരു സിനിമയിൽ പറയുന്നത് എല്ലാവരും ജയ് ജയ് രാധേ ജയ് ജയ് രാധേ കൃഷ്ണ എന്ന് പറയുന്നു. രുക്മിണിയാണ് ഭാര്യ, പക്ഷെ എല്ലാവരും ഇപ്പോഴും ഘോഷിക്കുന്നത് രാധയുടെ പേരാണ്. രാധയാണ് പരമമായിട്ടുള്ള ഭക്തി എന്നാണ് പറയുന്നത്. രുക്മിണി ലക്ഷ്മിയാണ്, രാധ ഭക്തിയാണ്. ഭഗവാന് സ്വന്തം ദർഭപത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവിയേക്കാൾ കൂടുതൽ താല്പര്യം ഭക്തരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഭക്തിയോടാണെന്നാണ്. അങ്ങനെയാണ് അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഈ രാധ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കൽ പോലും ഭാഗവതത്തിൽ വരുന്നില്ലെങ്കിലും ബാക്കി എല്ലായിടത്തും വരുന്നുണ്ട്. ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരാളുടെ ഒരു എന്താ പറയുക പൂർണ്ണ രൂപം. നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണൻ പൂർണ്ണാവതാരം എങ്ങനെയാവുന്നു, ഒരു ഭക്തയുടെ പൂർണ്ണാവസ്ഥയാണ് രാധ എന്ന് പറയുന്നത്. ഒരിക്കലും അവർ തമ്മിലുണ്ടായിരുന്ന റിലേഷൻ എന്ന് പറയുന്നത് സോ കോൾഡ് ലസ്റ്റോ ലവോ ഇതൊന്നുമല്ല. നമ്മൾ അതിനെ എങ്ങനെ നമുക്ക് ശിവൻ അല്ലെങ്കിൽ സതി, ശിവൻ പാർവതി അല്ലെങ്കിൽ പുരുഷൻ പ്രകൃതി എന്നുള്ള രീതിയിൽ കാണുന്നു, അതുപോലെയാണ് രാധയും കൃഷ്ണനും കാണേണ്ടത്. അത് രണ്ടും കൂടെ ചേർന്നിരിക്കുമ്പോഴേ ആത്യന്തികമായിട്ടുള്ള ആനന്ദവും അറിവും ലഭിക്കുന്നുള്ളൂ എന്നാണ്. ഇപ്പൊ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോഴാണ് ഭഗവാന് പോലും പൂർണ്ണത കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ശിവനും സതിയും അല്ലെങ്കിൽ ശിവനും പാർവതിയും ഒപ്പം ഇരിക്കുമ്പോഴാണ് പോകുന്നത്. അതുപോലെ ഭഗവാന്റെ സ്ത്രീ ശക്തി അല്ലെങ്കിൽ ഭഗവാന് കിട്ടേണ്ട ഏറ്റവും വലിയ എനർജി അത് എവിടെ നിന്നാണ്? അത് ഭക്തന്റെ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഭക്തിയാകുന്ന ഊർജ്ജമാണ് ഭഗവാൻ.